ബിരിയാണി ലവേഴ്സിന് ഒരു അടിപൊളി വെറൈറ്റി ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല എളുപ്പമാണ്. ചിക്കൻ ടിക്ക ബിരിയാണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചോറ് റെഡിയാക്കാനായിട്ട് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അരി ഇട്ട് കൊടുക്കുക. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്, വേവിച്ചിട്ട് മാറ്റി. ഇനി ടിക്ക മസാല റെഡിയാക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസൂരി മേത്തി, കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, തൈര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കളറും ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ് കളർ കേട്ടോ. എന്നിട്ട് ഇതാണ് മസാല. ഇതിൽ വലിയ പീസ് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക കേട്ടോ. ഇനി ബിരിയാണി പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 3 സവോള വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഹോൾ സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 തക്കാളി എല്ലാം കൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കുക്കായ ശേഷം 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, തൈര് 1 കപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക മസാല കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ദമ്മിടുക. ഓരോ ലെയറിലും നെയ്യ്, മല്ലിയില, പുതിനയില, നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഓയിൽ ചൂടാക്കിയിട്ട് അതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കുക. ഡീപ് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില, പുതിനയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഫ്രൈ ആക്കുമ്പോൾ വല്ലാത്തൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് ശേഷം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ വെച്ചോളൂ. മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക.